ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള ബൈബിൾ വായന 154 ദിവസം, സ്നാപയോഹന്നാൻ്റെ പ്രഭാഷണം. ഇന്നേ ദിവസം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 1-2 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 11 എന്നിവ വായിക്കുന്നു. സ്നാപയോഹന്നാൻ്റെ പ്രഭാഷണം മുതൽ ചുങ്കസ്ഥലത്ത് നിന്ന് ലേവിയെ വിളിക്കുന്നതുവരെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. യേശു ദൈവപുത്രനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് സുവിശേഷം എന്നും, മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിമോചിപ്പിക്കുന്ന സുവിശേഷമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷമെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, സ്നാപകൻ്റെ പ്രഭാഷണം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. യെശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. പാപമോചനത്തിലുള്ള മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രഘോഷിച്ചുകൊണ്ട് സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷനായി. യൂദയ പ്രദേശം മുഴുവനും ജെറൂസലേം നിവാസികളെല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോയി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് യോഹന്നാൻ ധരിച്ചിരുന്നത്. അവൻ്റെ അരയിൽ തോൾപ്പട്ടയും വെട്ടുകിളിയും കാട്ടുതേനുമാണ് അവൻ ഭക്ഷിച്ചിരുന്നത്. അവൻ ഇപ്രകാരം പ്രഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും. യേശുവിൻ്റെ ജ്ഞാനസ്നാനം. അന്നാളുകളിൽ യേശു ഗലീലയിൽ നസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മരുഭൂമിയിലെ പ്രലോഭനം. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിലായിരുന്നു. അവൻ വന്യമൃഗങ്ങളോട് കൂടിയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ദൗത്യം ആരംഭിക്കുന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായ ശേഷം യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ആദ്യ ശിഷ്യന്മാർ. അവൻ ഗലീലി കടൽ തീരത്തൂടെ കടന്നു പോകുമ്പോൾ കടലിൽ വലയെറിഞ്ഞുകൊണ്ടിരുന്ന ശിമിയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. എന്നാൽ അവർ മീൻപിടുത്തക്കാരായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. തങ്ങളുടെ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വഞ്ചിയിൽ വിട്ട് അവർ അവനെ അനുഗമിച്ചു. പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നു. അവർ കഫർനാമിലെത്തി. സാബത്തിൽ അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞന്മാരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവരുടെ സിനഗോഗിലുണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവെ, ഞങ്ങൾക്കും നിനക്കുമെന്ത്? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശുവിനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ കൊച്ചി വലിച്ച് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു.
എല്ലാവരും അത്ഭുതപ്പെട്ടു. പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനം! അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഉടനെ ഗലീലയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. ശിമയോൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നു. യേശു സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി. ശിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അവളെക്കുറിച്ച് ഉടനെ അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരം മുഴുവൻ വാതിൽക്കൽ ഒത്തുകൂടി. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന ഏറെപ്പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. സിനഗോഗുകളിൽ പ്രസംഗിക്കുന്നു. അതിരാവിലെ അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അവനെ തേടിച്ചെന്നു. അവനെ കണ്ടെത്തിയപ്പോൾ അവർ അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അവിടെയും എനിക്ക് പ്രഘോഷിക്കാനുണ്ട്. ഇതിനാണ് ഞാൻ വന്നത്. അവരുടെ സിനഗോഗുകളിൽ പ്രഘോഷിച്ചുകൊണ്ടും പിശാചുകളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലി മുഴുവൻ സഞ്ചരിച്ചു. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക്കപ്പെടട്ടെ. ഉടനെ അവനിൽ നിന്ന് കുഷ്ഠം മാറി. അവൻ ശുദ്ധനാക്കപ്പെട്ടു. യേശു അവനെ താക്കീത് നൽകി പറഞ്ഞയച്ചു. നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. അവർക്ക് സാക്ഷ്യത്തിനായി നിന്റെ ശുദ്ധീകരണത്തിന് മോശ കൽപ്പിച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് ഏറെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പറഞ്ഞു പരത്താനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ആളുകളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ വീണ്ടും എത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതി പരന്നു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്ത് അവൻ്റെ പക്കലേക്ക് കൊണ്ടുചെന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിയാതെ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ട് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവം ഒരുവനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം ചിന്തിക്കുന്നെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിൻ്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക, നിൻ്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് ഉടനെ കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ലേവിയെ വിളിക്കുന്നു. അവൻ വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനക്കൂട്ടം മുഴുവൻ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ കടന്നുപോയപ്പോൾ ഹെൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അവൻ അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെയിരുന്നു. കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ അവൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? ഇത് കേട്ട് യേശു അവരോട് പറഞ്ഞു, വൈദ്യനെ കൊണ്ട് ആവശ്യം ആരോഗ്യമുള്ളവർക്കല്ല, പ്രത്യുത രോഗികൾക്കാണ്. ഞാൻ വന്നത് നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ്. ഉപവാസം സംബന്ധിച്ച് തർക്കം. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുകയായിരുന്നു.
ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാൻ്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ വിവാഹാതിഥികൾക്ക് ഉപവസിക്കാൻ കഴിയുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന നാളുകൾ വരും. ആ നാളിൽ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിപ്പിടിപ്പിച്ചത് പഴയതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ കൂടുതൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ വീഞ്ഞ് തോൽക്കുടങ്ങൾ പിളർക്കുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞാകട്ടെ പുതിയ തോൽക്കുടങ്ങളിലാണ് വേണ്ടത്. സാപത്താചരണത്തെക്കുറിച്ച് വിവാദം. ഒരു സാപത്തിൽ അവൻ വിളഞ്ഞുകിടന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരിസേയർ അവനോട് പറഞ്ഞു, സാപത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ ചോദിച്ചു, ദാവീദും അനുചരന്മാരും ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അബിയാഥാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല. അതിനാൽ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ്. സങ്കീർത്തനങ്ങൾ 11. നീതിമാന് കർത്താവിൻ്റെ സംരക്ഷണം. ഗായക നേതാവിന് ദാവീദിൻ്റേത്. കർത്താവിലാണ് ഞാൻ അഭയം തേടുന്നത്. പക്ഷിക്കൂട്ടമേ, നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറക്കുവിൻ എന്ന് എന്നോട് നിങ്ങൾ പറയുന്നതെങ്ങനെ? ഇതാ ദുഷ്ടന്മാർ വില്ലുകുലച്ചിരിക്കുന്നു. പരമാർത്ഥ ഹൃദയരെ ഇരുട്ടത്ത് എയ്യാൻ ഞാണിന്മേൽ അമ്പ് തൊടുത്തിരിക്കുന്നു. അടിത്തറകൾ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. കർത്താവ് സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികൾ മനുഷ്യമക്കളെ ദർശിക്കുന്നു. അവിടുത്തെ കണ്ണുകൾ അവരെ പരിശോധിക്കുന്നു. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. കാംക്ഷിയെ അവിടുന്ന് വെറുക്കുന്നു. അവിടുന്ന് തീയും ഗന്ധവും ദുഷ്ടരുടെ മേൽ കെണികളായി വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് തീർച്ചയായും നീതിമാനാണ്. അവിടുന്ന് നീതികൃത്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥതയുള്ളവർ അവിടുത്തെ മുഖം ദർശിക്കും.